അസ്സലാമു അലൈക്കും. ഈ യൂണിറ്റിലെ അടുത്ത ചാപ്റ്ററാണ് പറയാൻ പോകുന്നത്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഒരു ലേഖനമാണ്. ഡോക്ടർ ഹാർഡിൻ ബി ജോൺസ് എന്നൊരു സയൻറ്റിസ്റ്റിൻ്റെ ലേഖനമാണ്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഡേഞ്ചേഴ്സ് എന്ന് വെച്ചാൽ അപകടങ്ങൾ. ഡ്രഗ് എന്ന് വെച്ചാൽ സാധാരണ മരുന്ന് എന്നാണ് അർത്ഥം. സാധാരണ മയക്കുമരുന്നാണ് ഉപയോഗിക്കാറുള്ളത്. അബ്യൂസ് എന്ന് വെച്ചാൽ ദുരുപയോഗം. അപ്പം മരുന്നുകളുടെ ദുരുപയോഗത്തിൻ്റെ അപകടങ്ങൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് നമ്മൾ മരുന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ, അതിൻ്റെ ദുരുപയോഗങ്ങൾ, ഇതൊക്കെയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. നമുക്കറിയാം വളരെയധികം വ്യാപകമായി പണ്ടേ ഉണ്ട്. ഇരുന്നാലും പോലും ഈ അടുത്ത് വളരെ വ്യാപകമായിട്ടൊക്കെ നമ്മൾ പേപ്പറുകളിൽ കാണപ്പെടുന്ന വസ്തുതയാണ് ഈ മയക്കുമരുന്ന് കച്ചവടക്കാർ പിടിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും യുവാക്കളൊക്കെ കൗമാരക്കാരായ പയ്യന്മാരൊക്കെയാണ് ഇങ്ങനെ മയക്കുമരുന്നുമായി പിടികൂടപ്പെടാറുള്ളത്. ഇതിൻ്റെ ഏജന്റുമാരായിരിക്കും. എന്നിരുന്നാലും നല്ല അളവോളം പേരും യുവാക്കളൊക്കെ ഈ മയക്കുമരുന്ന് കേസിലൊക്കെ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ സിനിമ ഫീൽഡിലൊക്കെ ഒരാൾ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങളൊക്കെ, മുമ്പേ നടന്ന മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഏതായാലും മയക്കുമരുന്ന് അത് ഒരു രസത്തിന് പകരം ഉപയോഗിച്ച് തുടങ്ങുകയാണ്. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു അടിമയെ മാറുകയും ചെയ്തത്. എന്നാൽ ഈ മയക്കുമരുന്ന് ഉപയോഗം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സമൂഹത്തൊക്കെ പല രൂപത്തിലും മാറ്റിമറിക്കാറുണ്ട്. നമ്മൾ നൈമിഷികമായ സുഖത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതൊരു നീണ്ടു നിൽക്കുന്ന, നമ്മുടെ ആയുസ്സ് മൊത്തം നശിപ്പിക്കുന്ന ഒരു ദുരന്തമായി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ശരിക്കും എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ലേഖനത്തിലൂടെ ഡോക്ടർ ഹാർഡിൻ ബി ജോൺസ് നമ്മോട് പറഞ്ഞു തരുന്നത്. അതായത് ശാസ്ത്രീയമായിട്ട്, അദ്ദേഹശാസ്ത്രജ്ഞനാണ്, ശാസ്ത്രീയമായിട്ടുള്ള ലേഖനമാണ്. അപ്പോൾ ശരിക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ ഒരു മയക്കുമരുന്നിൻ്റെ ഫലങ്ങളൊക്കെ. അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായിട്ട് ശാസ്ത്രീയമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് തുടങ്ങാം. ഡ്രഗ്സ് ഹാവ് ബീൻ ഡിസ്കവർഡ് ടു പ്രിവെൻറ്റ് ആൻഡ് ക്യൂർ physical diseases and reverse the disturbances that occur in some mental illnesses. അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്. ഡ്രഗ്സ്, മരുന്നുകൾ, ഉദ്ദേശിച്ചത് മയക്കുമരുന്ന് മാത്രമല്ല, എല്ലാ മരുന്നും ഇങ്ങനെ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന മരുന്നുകളൊക്കെ ഹാവ് ബീൻ ഡിസ്കവേർഡ്, അത് ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യന്മാർ മരുന്ന് കണ്ടുപിടിച്ചത് ടു പ്രിവെൻറ്റ്, തടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ക്യൂർ, അതുപോലെ തന്നെ ക്യൂർ ചെയ്യുക, സുഖപ്പെടുത്താനും. ഫിസിക്കൽ ഡിസീസസ്, ഭൗതികമായിട്ടുള്ള രോഗങ്ങൾ, ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ അത് തടുക്കാനും അതിനെ സുഖപ്പെടുത്താനും വേണ്ടിയിട്ടാണ് മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് റിവേഴ്സ്, അതുപോലെ തന്നെ റിവേഴ്സ് ചെയ്യാണ്, നേരെ തിരിച്ച് ഇടുക, എതിരാക്കുക. ദ ഡിസ്റ്റർബൻസസ്, ഈ അസ്വസ്ഥങ്ങൾ, ദാറ്റ് ഒക്കർ, അത് ഒക്കർ സംഭവിക്കുന്നു ഇൻ സം മെൻ്റൽ ഇൽനെസ്സസ്, ചില മാനസിക ഇൽനെസ് എന്ന് വെച്ചാൽ അസുഖം, ഇൽനെസ്സസ് എന്ന് വെച്ചാൽ അസുഖങ്ങൾ. അപ്പോൾ ശാരീരിക അസുഖങ്ങളെ തടുക്കാനും മാറ്റാനും ആണ് ഡ്രഗ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചില മാനസിക അസുഖങ്ങളുമായി ബന്ധപ്പെട്ട, ചില മാനസിക അസുഖങ്ങളിൽ സംഭവിക്കുന്ന ചില ഡിസ്റ്റർബൻസസ്, അസ്വസ്ഥങ്ങളുണ്ടാവും. മനസ്സിലുള്ള ചില ഉത്കണ്ഠയും മറ്റ് ആകുലതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്യാൻ, മാറ്റുക, ഓപ്പോസിറ്റ് ആക്കുക, വെച്ചാൽ ഇല്ലാതാക്കുക. അതിനു കൂടിയാണ് മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. മരുന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് ശാരീരികവും മാനസികമായിട്ടുള്ള അസുഖങ്ങളെ തടുക്കുക, അങ്ങനത്തെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങളെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അസുഖങ്ങളെ ഭേദപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ്. എക്സൈറ്റ്മെന്റ് ഓവർ വാട്ട് ഡ്രഗ്സ് ക്യാൻ ഡു ഹാസ് ലെഡ് പീപ്പിൾ ടു ബിലീവ് ദാറ്റ് എനി എയിൽമെന്റ്, ഇൻഫെക്റ്റീവ് ഓർ സൈക്കിക്, ക്യാൻ ബി റിലീവ്ഡ് ബൈ ടേക്കിംഗ് എ പിൽ. എക്സൈറ്റ്മെന്റ് ഓവർ വാട്ട് ഡ്രഗ്സ് ക്യാൻ ഡു, മരുന്നുകൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ച്, അതിനെക്കുറിച്ചുള്ള എക്സൈറ്റ്മെന്റ്, ഒരു ആവേശം, എന്നുവെച്ചാൽ മരുന്നിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള ഒരു ആവേശം, ഹാസ് ലെഡ്, നയിച്ചിട്ടുണ്ട്, പീപ്പിൾ, ജനങ്ങളെ, ടു ബിലീവ്, വിശ്വസിക്കുന്നതിലേക്ക്. മരുന്നിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ആവേശം ജനങ്ങളെ ഇങ്ങനെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അതായത് എനി എലിമെന്റ്, ഏത് അസുഖം, ഏത് അസുഖം, ഇൻഫെക്റ്റീവ് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ, പകരുന്നതാവട്ടെ, ഓർ സൈക്കിക്, മാനസികമാവട്ടെ, മാനസിക രോഗം പകരുന്നില്ലല്ലോ. അപ്പോൾ അതെന്താണ്, അണുക്കളെ മൂലം പകരുന്ന രോഗമാകട്ടെ അല്ലെങ്കിൽ മാനസിക രോഗമാകട്ടെ, ഏത് രോഗവും ക്യാൻ ബി റിലീവ്ഡ്,
അതിനെ മാറ്റാവുന്നതാണ്, സുഖപ്പെടുത്താവുന്നതാണ്. ബൈ ടേക്കിംഗ് എ പിൽ, ഒരു മരുന്ന് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഗുളിക കൊണ്ട്. അപ്പോൾ മരുന്നിൻ്റെ ഫലത്തെക്കുറിച്ച് നമുക്ക് അമിതമായ വിശ്വാസമുണ്ട്. അതിന് ഫലമായിട്ട് ഏത് രോഗവും, ശാരീരികമാകട്ടെ മാനസികമാകട്ടെ പകർച്ചവ്യാധിയാകട്ടെ കൊറോണ ആകട്ടെ, ഏത് രോഗവും നമുക്ക് ഒരു പില്ല് കൊണ്ട്, ഒരു ഗുളിക കൊണ്ട് അല്ലെങ്കിൽ സൂചി കൊണ്ട് മാറ്റാൻ പറ്റുമെന്നാണ് ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒരു ആവേശം നിറഞ്ഞ വിശ്വാസം. അടുത്ത ഫസ്റ്റ് സൈൻ ഓഫ് നെർവസ്നെസ് ഒരു അസ്വാസ്ഥ്യം, ചിലൊരു ബേജാറ്, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥം, മാനസികമായിട്ടുള്ളൊരു സുഖമില്ലായ്മ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സൈൻ, ഒന്നാമത്തെ ലക്ഷണം കാണുമ്പോൾ തന്നെ, നമുക്കൊരു സുഖക്കേട് കാണുമ്പോൾ തന്നെ ഇതേ ട്രൈ പെപ്പിൾസ്, അവർ പെപ്പിൾസ് ഉപയോഗിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. എന്നുവെച്ചാൽ ഒരു ക്ഷീണം തോന്നുമ്പോൾ അല്ലെങ്കിൽ മാനസികമായ പ്രയാസം തോന്നുമ്പോൾ തന്നെ പെപ്പിൾസ് എടുക്കും. പെപ്പുണ്ടെങ്കിൽ നമുക്കൊരു ഉന്മേഷം നൽകുന്ന ഗുളിക കഴിക്കാൻ പതിവ്. നമ്മുടെ നാട്ടിലൊന്നും അത് സുലഭമല്ല. അപ്പോൾ അത് അമേരിക്കയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥയാണ്. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷീണം തോന്നുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ക്ഷീണം ഉണ്ടെങ്കിൽ ഗ്ലൂക്കോസ് പൊടിയൊക്കെ വാങ്ങി കഴിക്കാറുണ്ടല്ലോ. അതേപോലെ മനസ്സിന് സുഖമില്ലെങ്കിൽ ടെൻഷനൊക്കെ ആകുമ്പോൾ അവിടെ പോയിട്ട് ഒരു ഉത്തേജക മരുന്ന് പോയി കഴിക്കും. മെഡിക്കൽ ജേണൽസ് നോ അഡ്വർടൈസ് ട്രാങ്ക്ലൈസേഴ്സ്, വിറ്റാമിൻസ് ആൻഡ് അതർ മൂഡ് ആൾട്ടറിംഗ് ഡ്രഗ്സ്. മെഡിക്കൽ ജേണൽസ്, ആരോഗ്യ ജേണൽസ്, മാഗസിനുകളൊക്കെ, ആരോഗ്യ മാസിക ഒക്കെ പറഞ്ഞ രൂപത്തിൽ ആരോഗ്യ മാഗസിനുകൾ ഒക്കെ നോ ഇപ്പോൾ അഡ്വർടൈസ് പരസ്യപ്പെടുത്തുന്നു. ട്രാങ്ക്ലൈസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്നാണ്, നമ്മളെ ഒരു ശമനം നൽകുക, മനസ്സിന് ശാന്തി നൽകുന്ന മരുന്നാണ്, ടെൻഷനൊക്കെ അകറ്റാനുള്ള മരുന്നാണ് ട്രാങ്ക്ലൈസർ എന്ന് പറയുക. അതുപോലെ ആംഫിറ്റാമിൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തേജക മരുന്ന് പറയും, ക്ഷീണം ഇല്ലാതിരിക്കണം മരുന്ന്. അതിൻ്റെ അതർ മൂഡ് ആൾട്ടറിങ് ഡ്രഗ്സ്, അതുപോലെ തന്നെയുള്ള മറ്റ് മൂഡ് ആൾട്ടറിങ് ഡ്രഗ്സ്. മൂഡ് വെച്ചാൽ നമ്മളെ ഈ മനോഭാവം അത് മാറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ദുഃഖം മാറ്റുന്ന, അതല്ലെങ്കിൽ ഒരു ക്ഷീണം മാറ്റുന്ന പല മരുന്നുകളെ കുറിച്ചൊക്കെ ഇപ്പോൾ ഈ ആരോഗ്യ മാഗസിനുകളൊക്കെ പരസ്യപ്പെടുത്തുന്നു. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ദം, ആരോഗ്യ മാഗസിനുകളിൽ ഇങ്ങനത്തെ പരസ്യം കാണും. അതുപോലെ തന്നെ ഡോക്ടർമാർ അത് നിർദ്ദേശിക്കും ചെയ്യാറുണ്ട് രോഗികൾക്ക്. ആൻഡ് ദ പബ്ലിക് എക്സ്പെക്ട്സ് മിറക്കിൾസ് ഫ്രം ദം. ആൻഡ് ദ പബ്ലിക്, പൊതുജനങ്ങളെ പ്രതീക്ഷിക്കുന്നു മിറക്കിൾസിന് അത്ഭുതങ്ങൾ ഫ്രം ദം, അത്തരം മരുന്നുകളിൽ നിന്ന്. പല മരുന്നുകളും ഇപ്പോൾ നമ്മുടെ മാഗസിനുകളിൽ കാണപ്പെടാറുണ്ട്. ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നു, ജനങ്ങളാണെങ്കിലോ അത് അമിതമായി വിശ്വസിക്കുന്നു. ഈ മരുന്ന് കഴിച്ചാൽ എല്ലാ ടെൻഷനും മാറും, മാനസികമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും നീങ്ങും എന്നൊക്കെയാണ് ജനങ്ങളുടെ അന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഈ മരുന്നിലുള്ള വിശ്വാസങ്ങൾ. ഇൻ സച്ച് ആൻ അറ്റ്മോസ്ഫിയർ, അത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു പശ്ചാത്തലത്തിൽ, ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ്, ഇതൊരു അത്ഭുതമല്ല, അതായത് ഡ്രഗ് അബ്യൂസ്, ഈ മരുന്നുകളുടെ ദുരുപയോഗം ഹാസ് വളരെയധികം വ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യം. എന്നുവെച്ചാൽ മാഗസിനുകളിലൊക്കെ മരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട്, ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നു, ജനങ്ങൾ മരുന്നുകൾ അമിതമായി വിശ്വസിക്കുന്നു. ഇത്തരം പരിസ്ഥിതിയിൽ ഈ ഒരു മരുന്നുകളുടെ ദുരുപയോഗം വ്യാപിച്ചിട്ടുണ്ട് എന്നത് വളരെയധികം ഒരു വിശ്വസനീയമാണ്, അല്ലെങ്കിൽ വളരെയധികം യാഥാർത്ഥ്യമാണ്. ഒരു അത്ഭുതം തീരെയല്ല, നോർമലാണ്. നമ്മൾ പേപ്പർ വെച്ചാൽ കാണും ഈ മരുന്ന് കഴിക്കാമെന്ന് കാണും. ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നു, ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരും അത് വാങ്ങി കഴിക്കും. ഇപ്പോൾ നമ്മൾ പനി വരുമ്പോൾ പാരസെറ്റാമോൾ ഡോക്ടറെ കാണാതെ വാങ്ങി കൊടുക്കുന്ന പോലെ, വാങ്ങി കഴിക്കുന്ന പോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ മൂഡ് ആൾട്ടറിങ് വെച്ച് നമുക്കൊരു മൂഡ് ഉണ്ടാവാൻ, ഉന്മേഷം ഉണ്ടാവാനായിട്ടുള്ള മരുന്നുകളൊക്കെ വളരെ സുലഭമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി അടുത്ത പാരഗ്രാഫ്, വെൻ പീപ്പിൾ ബിക്കം ഡിപ്പെൻഡൻറ്റ് ഓൺ ഡ്രഗ്സ് ടു സോൾവ് their problems, they lose the capacity to deal with life's situations through perseverance, self-discipline and mental effort. When people become dependent on drugs, ജനങ്ങൾ മരുന്നുകളിൽ ആശ്രയിക്കുമ്പോൾ, ടു സോൾവ് their problems, അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ചില ജനങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് മരുന്നുകളെ ആശ്രയിക്കുമ്പോൾ, എല്ലാവരും ഇങ്ങനെ കടയിൽ പോയിട്ട് മരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നു ദ കപ്പാസിറ്റി, കഴിവ്, ടു ഡീൽ വിത്ത് ലൈഫ് സിറ്റുവേഷൻസ്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യാനുള്ള. എല്ലാത്തിനും മരുന്ന് കുടിച്ചാൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമുക്ക്
നേടാൻ പറ്റില്ല. ഒരു ടെൻഷൻ കയറി കഴിഞ്ഞാൽ അപ്പം മരുന്ന് പിന്നെ എന്ത് കഴിച്ച് മാറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തില്ല ടെൻഷനെ അഭിമുഖീകരിക്കാനും ടെൻഷൻ എന്ത് ചെയ്യാനുള്ള വ്യക്തമായിട്ട് നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ത്രൂ പേഴ്സിവറൻസസ് ഈ രൂപത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഈ ത്രൂ മുഖേന പേഴ്സിവറൻസ് വെച്ചാൽ സ്ഥിരോത്സാഹം, കഠിനമായി പരിശ്രമിക്കുക, സെൽഫ് ഡിസിപ്ലിൻ അച്ചടക്കം, ആൻഡ് മെൻ്റൽ എഫേർട്ട് മാനസികമായിട്ടുള്ള ശ്രമങ്ങൾ. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക മാനസികമായിട്ടുള്ള പരിശ്രമത്തിലൂടെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക അച്ചടക്കത്തിലൂടെ, അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ മാറ്റിക്കാൻ വേണ്ടത്. അതിന് പകരം എന്ത് ചെയ്യുക നമ്മൾ നേരെ പോയിട്ട് ഗുളിക കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ് ഗുളികയെ ആശ്രയിക്കാൻ ചെയ്യുക. അപ്പോൾ പനി വരുമ്പോൾ എന്ത് ചെയ്യുക നമ്മളെ കുറച്ച് കാലമൊക്കെ വല്ല പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യുക കുറച്ച് ശ്രമിക്കുകയാണെങ്കിൽ മെനൊക്കെ മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും പനിയൊക്കെ 2 ദിവസം കൊണ്ട് മാറും. ഞാൻ പഠിച്ച എന്തെങ്കിലും പനി വന്ന് അപ്പം തന്നെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ അടിച്ചാൽ എന്താണ് അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയും. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക മാനസികമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്ക് മാനസികമായ ടെൻഷൻ ഉണ്ടെങ്കിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ് നമ്മളതൊക്കെ എന്ത് ചെയ്യാണ് ഒരു മാനസികമായിട്ടുള്ള മനസ്സിന് നമ്മൾ ഒരു ബലം കൊടുക്കണം. മനസ്സിൻ്റെ എന്ത് ചെയ്യാണ് മനസ്സിനുണ്ട് വ്യായാമം, മറ്റേ ഈ മോശപ്പെട്ട ചിന്തകൾ മാറ്റുക, ധ്യാനം നടത്തുക, അതുപോലെ യോഗ എന്നൊക്കെ പറയും. അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യും നമ്മൾ മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. നേരെ പഠിച്ച് എന്ത് ചെയ്യുക എന്തെങ്കിലും ടെൻഷൻ കേട്ടാൽ അപ്പോൾ പരീക്ഷ തോറ്റു നിൽക്കുമ്പോൾ എന്തെങ്കിലും ടെൻഷൻ കയറുക നേരെ പോയിട്ട് എന്ത് ചെയ്യാണ് ഗുളിക കഴിക്കുക. അപ്പോൾ ആ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ എന്താക്കും നമ്മുടെ മനസ്സിന് ആരോഗ്യം ഉണ്ടാവില്ല. നമ്മൾ ഫുൾ ഗുളികയെ ആശ്രയിക്കേണ്ടി വരും, നമ്മൾ ഫുള്ള് ഡ്രഗ്സിനെ ആശ്രയിക്കേണ്ടി വരും. ഇറ്റ് ഈസ് നോ ഓഫൺ കൺസിഡേർഡ് naive to expend energy on solving a problem when there is an easy way out. ഇറ്റ് ഈസ് നോ ഇതിങ്ങനെയാണ് ഓഫൺ പലപ്പോഴും കൺസിഡേർഡ് പരിഗണിക്കപ്പെടുന്നു. ഇപ്പോൾ പലപ്പോഴും പരിഗണിക്കപ്പെടുന്നത് നെയ്വ് എന്ന് വെച്ചാൽ വിഡിത്തം, വളരെയധികം ഒരു വിഡിത്തമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ടു എക്സ്പെൻഡ് എനർജി നമ്മൾ ഊർജം വിനിയോഗിക്കുക ഓൺ സോൾവിങ് എ പ്രോബ്ലം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ മാനസിക ഊർജം ചിലവഴിക്കുന്നത് ഇപ്പോൾ വിഡിത്തമായിട്ടാണ് കണക്കാക്കുന്നത്. എപ്പോഴാണെന്ന് വെച്ചാൽ ദർ ഇസ് ആൻ ഈസി വേ ഔട്ട്, ഒരു ഈസി വേ ഔട്ട് ഉണ്ടെങ്കിൽ, ഒരു സുഖമായിട്ടുള്ള എന്ത് ചെയ്യാണ് മാർഗമുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ് ഇപ്പോൾ ഒക്കെ എളുപ്പം പെട്ടെന്ന് വേണം. അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ എളുപ്പത്തിലുള്ള മാർഗമുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ് ആ മാർഗം സ്വീകരിക്കാതെ നമ്മൾ ഒരു ഊർജ്ജം വിനിയോഗിച്ച് പരിശ്രമിക്കുന്നത് ഇപ്പോൾ മോശമായിട്ട് ആൾക്കാർ കണക്കാക്കുന്നു. ഇപ്പോൾ പനി വരുമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് ചുക്കാപ്പി കുടിച്ചാണ്ട് 2-3 ദിവസം കൊണ്ട് എന്ത് ചെയ്യും പനി മാറ്റാമല്ലോ, നമുക്കെന്നെ മാറ്റാവുന്നതാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ മോശമായിട്ട് അവിടുത്തെ നെയ്വായിട്ട് ആൾക്കാർ കണക്കാക്കുന്നത്. പനി വന്ന് നേരെ പോയി ഹോസ്പിറ്റലിൽ പോയി സൂചി എടുക്കുക, അപ്പോൾ എന്ത് ചെയ്യും പനി മാറും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ് നമ്മളിപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള യാതൊരു പരിശ്രമം വേണ്ട എന്നതാണ് ഇപ്പോൾ ജനങ്ങളുടെ ചിന്താഗതി. നമുക്ക് വേറെ എന്ത് ചെയ്യും എളുപ്പത്തിൽ മാർഗം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പനി മാറ്റണം, ഇപ്പം തന്നെ നമുക്ക് തടി കൂട്ടണം, ഇപ്പം തന്നെ നമുക്ക് തടി കുറക്കണം, അതല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഉറക്കം കിട്ടണം. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഫുൾ മരുന്നുകളെ ഈ കെമിക്കൽ മരുന്നുകളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊരു പരിശ്രമം ഉണ്ടാകുന്നില്ല പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈസി മാർഗമായ മരുന്നുകളെ ഉപേക്ഷിച്ച് നമ്മളെ തന്നെ പരിശ്രമിക്കുകയാണെങ്കിൽ ജനങ്ങൾ പറയും ഇപ്പോൾ ഏത് പൊട്ടനാണ് ഇപ്പോൾ മരുന്നും കഴിക്കില്ലല്ലോ, അപ്പോൾ എന്തുകൊണ്ട് മരുന്ന് വെച്ചിട്ട് പിഷ്കാന്നൊക്കെ പറയും. ആ പൊതുജനങ്ങളുടെ ഒരു ഇപ്പോഴത്തെ നിലപാടാണ്. ഏത് പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക വളരെ റെഡിമെയ്ഡ് ആയിട്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് കാണാം. നമുക്ക് കാത്തിക്കാൻ സമയമില്ല, നമുക്ക് എന്ത് ചെയ്യാണ് പരിശ്രമിക്കാനുള്ള മനസ്സുമില്ല. ഇറ്റ് ഈസ് എ സിമ്പിൾ സ്റ്റെപ്പ് ഫ്രം ലുക്ക് വാട്ട് ഡ്രഗ്സ് ഡു ഫോർ മീ വെൻ ഐ ഫീൽ ഡിപ്രസ്ഡ് ടു ഇമാജിൻ വാട്ട് ഡ്രഗ് ക്യാൻ ഡു ഫോർ മീ വെൻ ഐ ഫീൽ ഗുഡ് ഓൾറെഡി. ഇനി അദ്ദേഹം ഈ മരുന്നുകളുടെ ഉപയോഗം പിന്നീട് എങ്ങനെ മയക്കുമരുന്നുകളിലേക്ക് തിരിയുന്നു എന്നതിന് ഉദാഹരണം പറയാണ്. ഇറ്റ് ഈസ് എ സിമ്പിൾ സ്റ്റെപ്പ്, ഇത് കേവലം സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഫ്രം ഇതിൽ നിന്ന് മരുന്നിന് ഉപയോഗം പല രൂപത്തിലുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ എന്ത് ചെയ്യാണ് സ്റ്റെപ്പ് ഇതാണ്. ഇറ്റ്സ് എ സിമ്പിൾ സ്റ്റെപ്പാണ്. ഫ്രം ഇതിൽ നിന്ന് ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ലുക്ക് വാട്ട് ഡ്രഗ്സ് ഡു ഫോർ മീ, മരുന്നുകൾക്ക് എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ സാധ്യമാക്കുക. വെൻ ഐ ഫീൽ ഡിപ്രസ്ഡ്, ഞാൻ ഡിപ്രസ്ഡ് ആകുമ്പോൾ ഞാൻ ദുഃഖിതനാകുമ്പോൾ മരുന്നിന് എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു സ്റ്റെപ്പിൽ നിന്ന് സാധാരണ സ്റ്റെപ്പാണ്. ഒക്കെ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം വിഷാദം ഉണ്ടാകുമ്പോൾ പോയി മരുന്ന് കഴിക്കുക. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം പിന്നെ മയക്കുമരുന്നിലേക്ക് തിരിയുന്നത് എങ്ങനെയാണ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും. ആ സ്റ്റെപ്പാണ് ഇമാജിൻ, സങ്കല്പിച്ച് നോക്കും. വാട്ട് ഡ്രഗ് ക്യാൻ ഡു ഫോർ മീ, മരുന്നുകൾക്ക് എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക. വെൻ ഐ ഫീൽ ഗുഡ് ഓൾറെഡി, ഞാൻ ഇപ്പോൾ തന്നെ ഗുഡ് പിന്നെ എന്ത് ചെയ്യാണ് നല്ല ഫീലിംഗ് ആണ് എനിക്കുണ്ടാകുമ്പോൾ. നമുക്ക് നിരാശ ഉണ്ടാകുമ്പോൾ മരുന്നിന് നമുക്ക് എന്ത് ചെയ്യാണ് ഒന്ന് ചെറുതായിട്ട് എന്ത് ചെയ്യുക റെഡിമെയ്ഡായിട്ട് നമുക്ക് മരുന്ന് ഉപയോഗിച്ച് നമുക്ക് ആ നിരാശ മാറി കിട്ടും. അത് നമ്മൾ തുടക്കത്തിൽ അങ്ങനെ ചെയ്യും. പിന്നീട് എന്താക്കി നിരാശ ഒന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും എന്ത് ചെയ്യാണ് ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ് ഒരു മരുന്ന് എനിക്ക് വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യാണ് ഇപ്പം ഞാൻ ഫീൽ ഗുഡാണ്, എനിക്ക് നിരാശ ഒന്നുമില്ല, നല്ല മാനസികാവസ്ഥയുള്ളൂ. ആ മാനസികാവസ്ഥയെ എന്ത് ചെയ്യാണ് ഈ മരുന്ന് കൊണ്ട് നമുക്ക് എന്ത് കുറച്ചുകൂടി കൂട്ടാമല്ലോ എന്നൊരു ഇമാജിൻ എന്ന സങ്കല്പം നമുക്കുണ്ടാവും. ലഹരി ഉപയോഗിക്കുന്ന അങ്ങനെയാണല്ലോ,
ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ, നല്ല അവസ്ഥയിൽ എന്ത് സന്തോഷം കൊണ്ട് ലഹരി ഉപയോഗിക്കും. അപ്പോൾ ഉള്ള മനസ്സിന് പ്രത്യേക സന്തോഷാവസ്ഥ ഒരു സ്ഥിരമായ ലെവലുണ്ടാവും. ആ ലെവൽ വിട്ട് എന്ത് ചെയ്യാണ്, ഇനിയും നമുക്ക് കുറച്ച് സന്തോഷം കൂട്ടണം, അല്ലെങ്കിൽ ഉന്മാദം കൂട്ടണം എന്ന് വിചാരിച്ചാൽ ലഹരി കഴിക്കുന്നത്. അപ്പോൾ എന്താവും, കൂടും. പക്ഷെ പിന്നീട് എന്താവും, ഉള്ള നില പോവുകയും ചെയ്യും. നമ്മൾ മരുന്നുകളുടെ ദുരുപയോഗത്തെ കുറിച്ച് പറയുന്നതാണ്. ആദ്യം എന്ത് ചെയ്യും, നിരാശ ഉണ്ടാകും. നിരാശ മാറ്റാൻ വേണ്ടി നമ്മൾ മരുന്ന് കുടിക്കും, നിരാശ പാടും. പിന്നെ നമുക്ക് നിരാശ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് ചെയ്യാണ്, ഈ മരുന്ന് ചെന്ന് ഇപ്പോൾ കുറച്ചൊക്കെ നമ്മൾ സന്തോഷമുണ്ട്, സന്തോഷം പോരാ, കുറച്ചുകൂടി സന്തോഷം വേണം എന്ന് കരുതി എന്ത് ചെയ്യാണ്, ആ കുറച്ചുകൂടി സന്തോഷം എടുക്കാൻ ഈ മരുന്നിന് പറ്റുമോ പറ്റും എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മീൻസ് ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യും, അങ്ങനെ വീണ്ടും ആവശ്യമില്ലാതെ നിരാശയില്ലാതെ തന്നെ എന്ത് ചെയ്യാണ്, പൊതുവെ സന്തോഷവാന്മാരായിരിക്കും. ഇനിയും സന്തോഷമാണെന്ന് അത്യാർത്ഥ്യമായിട്ടാണ് പിന്നെ അവരെന്ത് ചെയ്യാണ് ഈ ലഹരി മരുന്ന് സമീപിക്കുന്നത്, അല്ലെങ്കിൽ മദ്യത്തെ സമീപിക്കുന്നത്. അപ്പോൾ എന്താ അവർക്ക് കുറച്ചുകൂടി മൂഡ് കൂടും, വളരെയധികം എന്ത് ലഹരിയിലായിരിക്കും. പക്ഷെ പിന്നീട് എന്ത് ചെയ്യാണ്, അത് കെട്ടടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏതാ എന്ത് ചെയ്യാണ്, സാധാരണ ഉള്ള എന്ത് ചെയ്യുക, മരുന്നുകൾ രണ്ട് ഉപയോഗമുണ്ട്. ഒന്നാമത്തെ എന്ത് ചെയ്യാണ്, നമുക്ക് തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നത്തിൽ നമ്മൾ റെഡിമെയ്ഡായിട്ട് മരുന്നുകളെ സഹായം തേടുന്നു. അപ്പോൾ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നതൊക്കെ പിന്നീട് എന്താക്കി, നമ്മൾ എന്താ പ്രശ്നമില്ലാതെ തന്നെ മരുന്നുകളുടെ ഉപയോഗത്തിലൂടെ കുറച്ചുകൂടി മൂഡുണ്ടാക്കാൻ, അല്ലെങ്കിൽ കുറച്ച് സന്തോഷം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതാണ് എന്ത് ഈ ലഹരി മരുന്ന് ഉപയോഗത്തിലേക്ക് നയിക്കുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണ് എന്ത് നമ്മൾ ഈ മരുന്ന് ചെയ്യുന്നത്, ലഹരിയായിട്ട് നമുക്ക് മരുന്ന് നൽകുന്നതും അത് തന്നെയാണ്.